തൂരുമുംബൈയിൽ അലീനയെ പുറത്താക്കാനായിട്ട് എൽസമ്മ എത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ, നാളെ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ എൽസമ്മയും റീത്താമ്മയും ഒരുമിച്ച് കണ്ടുമുട്ടുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എൽസമ്മയെ ഇതുവരെയും കാണിച്ചിട്ടില്ല സ്റ്റാലിൻ്റെ ഭാര്യയെ. റീത്താമ്മയെ കാണിച്ചു, ഒരു വലിയ ബിൽഡപ്പോടുകൂടി കാണിച്ചതാണ്. തുടർന്ന് നമ്മുടെ എൽസമ്മയെ കാണിക്കാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം വചനപ്രഘോഷണ ക്യാമ്പൊക്കെ തീരുന്ന ആ നിമിഷത്തിൽ എൽസമ്മ പള്ളിയിൽ പ്രാർത്ഥിച്ച് തിരികെ വീട്ടിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുന്ന ഒരു ദൃശ്യമാണ് കാണാൻ സാധിക്കുക. ഇതേ സമയം അവിടേക്ക് റീത്ത ചെന്നെത്തുകയാണ്. കാരണം വരുന്ന വഴിയിലെല്ലാം പരമാവധി ദുഷിപ്പും വിഷവും അവളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കണമെന്നുള്ളൊരു ചിന്ത റീത്തയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റീത്ത തന്നെ എൽസമ്മയെ കൂട്ടാനായിട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഒടുവിൽ റീത്തയുടെ ആഗ്രഹം പോലെ തന്നെ എൽസമ്മ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതായത് നിൻ്റെ മക്കൾക്ക് ആർക്കും ലഭിക്കാത്ത സുഖവും സൗകര്യവും പ്രതാപവും പ്രൗഢിയുമാണ് എവിടെന്നോ വലിഞ്ഞു കയറി വന്ന അവൾക്ക് സ്റ്റാൻലി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. നീ അവിടെ ചെന്നൊന്ന് കാണണം, അവളുടെ മുറിയൊന്ന് കാണണം. ഒരു രാജകുമാരിയെ പോലെ അവൾക്കായിട്ട് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി പണിയിപ്പിച്ചെടുത്തു എന്നൊക്കെയാണ് അവിടുത്തെ ജോലിക്കാരായ പൗലോസൊക്കെ തന്നോട് പറഞ്ഞത് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ, അല്ല ചേച്ചി പോയിട്ട് സ്റ്റാൻലി ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പോയിട്ട് അവനെന്ത് പറയാൻ, അവൻ അത് തന്നെ പറഞ്ഞു. അവൾ അവൻ്റെ മകളാണെന്നും തനിക്ക് വേറൊരു ബന്ധത്തിൽ ഉണ്ടായതാണെന്നും പറഞ്ഞു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സ്റ്റാലിൻ്റെ അടുത്ത് ഞാൻ പൊട്ടിത്തെറിച്ചു, പക്ഷേ അവൻ മറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. അതായത് അവന് നിങ്ങളെ വേണോ വേണ്ടയോ, എന്തായാലും അവൻ അവൻ്റെ ആ മകളെ ഉപേക്ഷിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം എൻ്റെ എൽസമ്മേ, നിനക്കുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അലീനയെ പുറത്താക്കുക, അവൻ്റെ ആ മകളെ, അല്ലെങ്കിൽ സ്വത്തിനായിട്ട് പോരാടുക. ഈ രണ്ട് വഴിയേ നിൻ്റെ മുൻപിലുള്ളൂ എന്ന് പറയുന്നു. അതിനെന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കണം, നീ തന്നെ മുൻകൈയെടുത്ത് തന്നോട് പറയണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മ പറയുകയാണ്, അവളെ ഒന്ന് പുറത്താക്കാനായിട്ട് ട്രൈ ചെയ്ത് ഒന്ന് ശ്രമിച്ചു നോക്കാം സ്റ്റാലിനോട്. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കാം. റീത്ത ചേച്ചി ചിലപ്പോൾ ചോദിച്ചത് സ്റ്റാലിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ എന്തും ഏതുമാകട്ടെ, പക്ഷേ ഉണ്ടല്ലോ, അവളെ ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ നിനക്കും മക്കൾക്കും സ്വത്ത് ലഭിച്ചെടുക്കണം, നേടിയെടുക്കണം. അതുതന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് പറയുന്നു. അതായത് നമ്മുടെ റീത്ത എൽസമ്മയിൽ തൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം എൽസമ്മയും റീത്തയുടെ തീരുമാനത്തിലേക്ക് തന്നെ വരികയാണ്. അത്രയും ദുഷിപ്പാണുള്ളത്, അത്രയൊരു മേൽക്കൈ എൽസമ്മയുടെ മുകളിൽ റീത്തയ്ക്ക് ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയാണെങ്കിൽ എൽസമ്മയെയും കൊണ്ട് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് കാറ് സഞ്ചരിക്കുകയാണ്. അതായത് വചനപ്രഘോഷണമൊന്നും നേരെ കഴിഞ്ഞ് പോകുന്നത് തന്നെ ഒരു ദുഷ്കർമ്മം ചെയ്യാനാണ് എന്ന് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ എൽസമ്മയുടെ മനസ്സിൽ ഒരു നല്ല ചിന്തയൊക്കെ ഉണ്ട്, നല്ല മാന്യതയൊക്കെ ഉണ്ട് എന്ന് കാണാം. പക്ഷേ റീത്തയുടെ കൂടെ നടക്കുമ്പോഴാണ് എൽസമ്മ കൂടുതലും വഴിതെറ്റി സഞ്ചരിക്കുന്നത്, ചീത്തയാവുന്നത്.
മനസ്സിലെ അശുദ്ധി കടന്നു ചെല്ലുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത നേരെ വണ്ടിയും കൊണ്ട് സ്റ്റാലിൻ്റെ കൊട്ടാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതേസമയം എൽസമ്മയെയും റീത്തയെയും കണ്ട കാര്യസ്ഥൻ അങ്ങനെ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവരെ ആനയിച്ചകത്തേക്ക് കയറ്റുകയാണ് എന്ന് കാണാൻ സാധിക്കും. എന്താടാ ആൻ്റപ്പ ഇവിടെ നടക്കുന്നത്, ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം എനിക്കൊന്നും അറിയില്ല എൻ്റെ എൽസമ്മ ചേച്ചി, കേണൽ സാബ് പറയുന്നു ഞങ്ങളനുസരിക്കുന്നു, അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവനാ ഈ തെരും കള്ളനാണ് അവന് ചൂട്ട് പിടിച്ചു കൊടുക്കുന്നത്, അവന് ചുക്കാൻ പിടിച്ചു കൊടുക്കുന്നത് എന്ന് റീത്ത പറയുകയാണ്. തുടർന്ന് ഇവിടെ അവൻ്റെ അപ്പനൊക്കെ ഉണ്ടാവും. അപ്പനെ അവളെ ഒരുപാട് പിടിച്ചു എന്ന് അറിയാനായിട്ട് കഴിഞ്ഞത്. അവളുമായിട്ട് ഒരുപാട് ചുറ്റിക്കറങ്ങലൊക്കെയാണ്, 3 പേരും ഭയങ്കരമായിട്ടുള്ള ട്രിപ്പൊക്കെയാണ് എന്ന് പറയുന്ന റീത്തയെ കാണാം. അത് എൽസമ്മയെ ചൂട് പിടിപ്പിക്കാനാണ്. ഒടുവിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ സ്റ്റാൻലി എന്തിയടാ എന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറയുന്നു. ഒടുവിൽ സ്റ്റാൻലിയുടെ അടുത്ത് പോയി എൽസമ്മ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അലീനയെ എന്ത് ചെയ്യണം, പുറത്താക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകളെ ഞാൻ പുറത്താക്കുകയുമില്ല, നിങ്ങൾക്ക് ഇനി കാലെണ തരികയുമില്ല എന്ന് പറയുന്നു. ഇത്രയും നാൾ റീത്താമ്മ എൻ്റെ നിന്നും മാസങ്ങളിൽ ലക്ഷങ്ങൾക്ക് മേലെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മ ഒരു ഞെട്ടലോടെയാണ് ലക്ഷങ്ങൾക്ക് മേലെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ എൽസമ്മ സ്റ്റാലിനോട് സംസാരിച്ച്, സ്റ്റാലിനാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുന്ന ആ വേളയിൽ എൽസമ്മയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അലീനയെ പുറത്താക്കാനായിട്ട് ഒരു പരിശ്രമം നടത്തുകയാണ്. ഒടുവിൽ സ്റ്റാലിയും അലീനയെ സംരക്ഷിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവർക്കിടയിൽ വലിയൊരു ഭൂകമ്പം, ഒരു വലിയ അടിപിടി ഉണ്ടാകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പറഞ്ഞ എപ്പിസോഡിലൂടെയാണ്, കഥയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.